പരിചയപ്പെട്ട നിമിഷവും അദ്ദേഹമായിട്ടുള്ള നന്നായിട്ട് സംസാരിക്കുകയും ചെയ്തല്ലോ. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? അടിപൊളിയായിരുന്നു. അതും ഭയങ്കര എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര ഫ്രഷ്യസ്റ്റ് മൂമെന്റ് ആയിട്ട് തോന്നുന്ന. ഇങ്ങനെ ലോറി കണക്കിന് ഊർജം ഒഴുകി വന്നോ? അതാണ് രജനി സാറും അമിതാഭ് ബച്ചൻ സാറിനോടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു. എന്ത് വേണം? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട്, ഒരു വശത്ത് രജനീകാന്ത്, ഒരു വശത്ത് അമിതാഭ് ബച്ചൻ. ഭയങ്കര വലിയൊരു, അവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല, അവർ രണ്ടുപേരും മാത്രം. കാരണം വേറെ ഒന്നും നോക്കാൻ തോന്നില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് രജനി സാറിനെ കണ്ടിട്ട് ഭയങ്കര ഭയങ്കര ക്യൂട്ട്, റൊമാൻറ്റിക് അല്ല, ഭയങ്കര ഭംഗിയാണ് സാറിന്. ഞാൻ സാറിനടുത്ത് നേരിട്ട് പറഞ്ഞ് പറ്റിയ ഭാഗ്യം കിട്ടി. സാറിന് സാറിങ്ങനെ വെറുതെ ഇരിക്കുക. ഞാൻ സാറിനടുത്ത് പറഞ്ഞു, സാർ എനിക്ക് സാറിനെ വെറുതെ സ്റ്റെയർ ചെയ്യാൻ തോന്നുന്നു, അത്രയ്ക്ക് ரொம்ப അഴകാ ഇറക്കുന്നു പറഞ്ഞു. അപ്പോൾ സാർ താങ്ക് യു ചെല്ലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ എന്നെ നയൻത്തിൽ പട്ടം ഗേൾസ്. കലോത്സവത്തിലൊക്കെ പങ്കെടുത്തില്ലേ? കലോത്സവത്തിന് ജില്ല വരെ പോയിരുന്നു. എ ഗ്രേഡ് കിട്ടി. അതിന് അത്രയും സാധ്യത കിട്ടി. സ്റ്റേറ്റ് പോകാൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യം ശ്രമിക്കും. എനിക്ക് കുറച്ച് പാട്ട് വേണം നിങ്ങളുടെ. പിന്നെ അമ്മയ്ക്ക് നമുക്കിവിടെ സോൾ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടെ മാനേജ് ആയിട്ട്. അമ്മയുടെ പേരെന്താ? ആശ പ്രിയദർശൻ. ആശ വന്നില്ല. ഞാൻ ഉച്ചനായിട്ട് വന്നു. ഒരു മോളും കൂടെ ഉണ്ട്. മോളുടെ പേരെന്താ? തമന്ന സോൾ. തന്മയ സോൾ. ഈ സിനിമ കഴിഞ്ഞിട്ട് ഒരുപാട് ആരാധകരുടെ കത്തുകളൊക്കെ വന്നു. കത്ത് കിട്ടിയിട്ടുണ്ട്. കൊല്ലം സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥിനി എനിക്ക് ലെറ്റർ അയച്ചായിരുന്നു. കാശ് കിട്ടിയോ? കാശോ? വഴക്കിലൂടെ സ്റ്റേറ്റ് അവാർഡ് നേടി. അങ്ങനെ ഇരിക്കെ വേട്ടയ്യൻ എന്ന രജനീകാന്തിൻ്റെ സൂപ്പർ സ്റ്റാർ മൂവിയിലേക്ക് ഓഡിഷൻ ടെസ്റ്റിന് പോയി. എന്തായിരുന്നു അവിടെ ചെയ്തത്? അവിടെ ചെയ്തത് വീഡിയോ അയച്ചു തരാനാണ് പറഞ്ഞത്. പക്ഷേ ഓഡീഷൻ ഭയങ്കര യൂണിക് വേ ആയിരുന്നു. അവിടെ ഭാരതത്തിലായിരുന്നു, അവിടെ ആയിരുന്നു, ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ഓഡീഷൻ. അപ്പം ബാക്കിയുള്ള കുട്ടികളല്ല മെയിൻ ആൾക്കാർ ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സൂര്യ എന്ന് പറഞ്ഞ കസിൻ ഡയറക്ടർ സാറിൻ്റെ കൂടെ അടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഓഡീഷൻ ചെയ്യുന്നത് ഞാൻ സാറിൻ്റെ കൂടെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ സാറിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നിൽക്കാനകത്ത് ഒരാൾ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഈ പ്ലേയിൽ നീയും കൂടെ കയറി ഒരു ക്യാരക്ടർ ആവാൻ പറഞ്ഞു. സ്കൂളിൽ എല്ലാവരും എക്സ്കർഷന് പോகிறேன். எல்லாரும் எக்ஸ்கர்ஷனு போகிறேன். நானும் போட்டையா? ஸ்கூலில் எல்லாரும் எக்ஸ்கர்ஷன் போகிறேன். நீ போണ്ട? எல்லாரும் போகிறேன். என் கிளாஸில் எல்லாரும் போகிறேன். നീ പോണ്ട? അല്ലച്ചാ, അവിടെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അല്ല, നമ്മളെ ഗേൾസും എല്ലാവരും പോകും. ടീച്ചർ പറഞ്ഞു കുറച്ച് പൈസ ആവുള്ളൂ, പൊക്കോട്ടാ. കുറച്ച് പൈസ ആവുള്ളൂ? പൈസ ഒന്നുമില്ല, വിടാനൊന്നും പറ്റിയൊന്നുമില്ല. നീ പോ. അല്ല, ഇതിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കുറെ നേരമായിട്ട് വന്ന് നടക്കണമല്ലോ. പൈസ അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോന്ന്? എനിക്ക് 100 കാര്യമായിട്ട് നിൽക്കണം. മിണ്ടിപ്പോരുത്. അല്ല അച്ഛാ, ഇത് ഇങ്ങനെ സ്കൂളിൽ എന്ന് പറയുമ്പം കുറച്ച് പൈസ ടീച്ചർ വിടാം, പിന്നെ പറയാൻ കേക്കച്ച എന്ന് പറയുമ്പോൾ ടീച്ചറും പൈസ ഇടും, ബാക്കി എല്ലാവരും എല്ലാവരും പോണച്ച ഞാൻ പോക്കോളൂ പ്ലീസ് അച്ഛാ, എല്ലാവരും പോണച്ച, എനിക്ക് പോണം. ആര് പോകുന്നു? നമ്മ ക്ലാസ്സിലുള്ള കൂട്ടുകാരികൾ എല്ലാവരും പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ആരൊക്കെ പോകുന്നുണ്ട്? എനിക്ക് മാത്രം ഒന്നിനും പോകാൻ പറ്റില്ല പ്ലീസ് അച്ഛാ. നീ ഒരിടത്തും പോണ്ട. പ്ലീസ് നിന്നെ ഒരിടത്തും വിടയില്ല. വിടൂലെന്നല്ലേ പറഞ്ഞ? എന്താണ് കുറെ നേരമായിട്ടും മിണ്ടാടിനെ കൂടെ വന്നേക്കുന്നു. എന്റെ കരച്ചിലൊന്നും എന്റെ അടുത്ത് കാണിക്കില്ലേ? പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പോണുണ്ട്. എന്തോ ആര് പോകുന്നുണ്ട്? കള്ളക്കരച്ചിൽ കാണിക്കല്ലേ? കള്ളക്കരച്ചിൽ തന്നെ എല്ലാം കാരണം എല്ലാരും പോണേ. അവൾ അത്യാവശ്യമോ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് കള്ളക്കരച്ചിൽ നോക്കാനേ